ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുഹൃത്ത് കാലുമാറിയിരിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM വേണ്ട എന്നും US-നെ ഇന്ത്യ നന്നായി മുതലെടുക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ചങ്ങാതിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. തേനയാണ് ചക്കരയാണ് എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കൾ തെറ്റിപ്പിരിയുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ വേണ്ടി $18 മില്യൺ അത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. അവർക്ക് പണം ആവശ്യമില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം US സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായത്തിന് പകരം തിരഞ്ഞെടുപ്പുകളിൽ പരമ്പരാഗതമായ പേപ്പർ ബാലറ്റുകൾ തന്നെ ഉപയോഗിക്കുന്നതിലേക്ക് മടങ്ങി വരണമെന്നാണ് ട്രംപ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ലോകത്തെ മതേതര അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് വീണ്ടും ഒരു ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സംവിധാനത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു സൂചനയാണ് ട്രംപ് നൽകുന്നത്. അവർ നമ്മളെ നന്നായി മുതലെടുക്കുന്നുണ്ട് എന്നും ലോകത്തിൽ ഏറ്റവും ഉയർന്ന തീരുവ ഈടാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നും ട്രംപ് തുറന്നടിച്ചിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് 200% തീരുവ ഈടാക്കുന്നു. എന്നിട്ട് അവരുടെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ നമ്മൾ അവർക്ക് ധാരാളം പണം നൽകുന്നു എന്നാണ് ട്രംപ് തുറന്നടിച്ചത്. സ്വന്തം സുഹൃത്തിൻ്റെ ഒരു രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. വയസ്സായതുകൊണ്ടോ അല്ല തെറ്റിപ്പിരിഞ്ഞതുകൊണ്ടോ എന്നറിയില്ല, ഇന്ത്യയുടെ അല്ലെങ്കിൽ മോദിജിയുടെ കൂടെ ഇനി ട്രംപ് ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്കായി അമേരിക്ക ഫണ്ട് നൽകിയെന്ന വിഷയത്തിൽ തുടർച്ചയായ 4-ാം ദിവസമാണ് ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കൻ വോട്ടർ പങ്കാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിദേശ രാജ്യത്തിന് വലിയ തുക നൽകിയതിലെ മുൻ സർക്കാരിൻ്റെ നടപടിയെയാണ് ട്രംപ് ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ട്രംപ് ഇന്ന് പറഞ്ഞ $18 ദശലക്ഷം ഫണ്ട് ഏതാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി $21 ദശലക്ഷം USAID വകയിരുത്തിയെന്നും ഇത് അവസാനിപ്പിക്കുമെന്നായിരുന്നു ഇലോൺ മസ്ക് മേധാവിയായ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ DOGE അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയിൽ EVM വേണ്ടെന്നും ബാലറ്റ് പേപ്പർ മതിയെന്നും ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുത്തത് ഇന്ത്യയുടെ തീരുമാനം ആണ് എന്ന് വ്യക്തമായിട്ടില്ല. അവസ്ഥ കണ്ടിട്ട് തന്നെയാണ് അമേരിക്കയുടെ സഹായമില്ലാതെ നരേന്ദ്രമോദിയുടെ യാത്ര എത്രത്തോളം വിഷമവും നിറഞ്ഞതായിരിക്കുന്നുവെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ചില മാർഗനിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ചങ്ങാതി എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കുന്നു എന്ന് തെളിയിക്കാൻ നരേന്ദ്രമോദിക്ക് അവസരങ്ങൾ കാത്തു നിൽക്കുകയാണ്.